ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നമ്മൾ വന്നപ്പം കാണുന്നുണ്ട് ഹെലികോപ്റ്ററിനകത്ത് അവിടെ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീടുകൾക്കൊക്കെ കോടികളാട്ടോ വില. സ്റ്റുഡിയോ ഹൗസ് എത്ര? 36 സ്ക്വയർ മീറ്റർ. ഒരു മുറിക്ക് വേണ്ടി 6300. 630,000. ഇത് കണ്ടോ, ഒരു ഫുൾ വീടിന് 2 ബെഡ്റൂം. 1 മില്യൺ. 3 മില്യൺ. ഇവിടെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഗൊണ്ടോലയുണ്ട്. ആ ഗൊണ്ടോല കയറിയിട്ട് നമ്മുടെ ഈ മൗണ്ടൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടെ ഒരു 5 കിലോമീറ്റർ ഹൈക്കിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് പോയി നോക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ കാണുന്ന റോപ്പ് വേ കൂടെ കയറി മുകളിലെത്തിയിട്ട് അവിടെ നടക്കാനായിട്ട് നമ്മൾ പ്ലാൻ. പക്ഷേ അത് എന്തോ മെയിൻ്റനൻസ് ആയിട്ട് അടച്ചിട്ടേക്കും. അത് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത്, ഈ ട്രെയിൻ പോകുന്നത് ക്ലേനിഷൈഡ് എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്. അത് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് വരും. പക്ഷേ മനോഹരമായ വില്ലേജാട്ടോ അത്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലേനിഷൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2061 മീറ്റർ ഹൈറ്റാണ്. അതായത് 6762 ഫീറ്റ് അടിവരത്താണ് നിൽക്കുന്നത്. തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ക്ലേനിഷൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദ മൗണ്ടൻ ആണ്. സ്വിറ്റ്സർലാൻഡിലെ ടോപ്പ് ഓഫ് യൂറോപ്പ്. ജംഗ്ഫ്രൗ. എല്ലാം മഞ്ഞ് നിറഞ്ഞെടുക്കണം. സ്കീ ചെയ്യുന്ന സ്ഥലം. താഴെ ഒരു വില്ലേജാണ് കാണുന്നത് കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് ജംഗ്ഫ്ര മൗണ്ടൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നൊരു മനോഹരമായ വില്ലേജാണ്. കാലാവസ്ഥ ഭയങ്കര മോശമായതുകൊണ്ട് ഞങ്ങൾ ജംഗ്ഫ്ര മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്നില്ല. അവിടെ പോയിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഫ്ലൈറ്റിൻ്റെ മുകളിലേക്ക് ഇരുന്ന് കാണുന്ന പോലെ വെറുതെ മഞ്ഞിങ്ങനെ കിടക്കുന്ന മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് താഴേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഈ ഗൊണ്ടലയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് ഐഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഐഗ മൗണ്ടൻ്റെ താഴെയുള്ള ഒരു ചെറിയ വില്ലേജാണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ യാത്ര നമ്മൾ വൈകുന്നേരം ആകും അന്നേരത്തേക്കും. അതപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിയും. ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കും അന്നേരത്തേക്കും.
അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അടുത്ത പുതിയ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.